ദിവസമായിട്ട് ആചരിക്കുകയാണ്, അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ്. അപ്പം എന്താണ് ഇത്തരം ഒരു ദിവസത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് നാം ചിന്തിക്കാനായിട്ടാണ് നമ്മളിന്ന് കൂടിയിട്ടുള്ളത്. എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ടുള്ളത്? കാരണം നമ്മളെല്ലാവരും വ്യക്തികളാണ്. ഓരോരുത്തരും വളരെ വ്യത്യസ്തരായിട്ടുള്ള സെപ്പറേറ്റ് ഐഡന്റിറ്റിയുള്ള വ്യക്തികളാണ്. ഈ വ്യക്തികളുടെ സമീപത്തിൽ അല്ലെങ്കിൽ പരിസരത്ത് മറ്റു വ്യക്തികളുമുണ്ട്, അതേപോലെ തന്നെ നിരവധി ജീവികളുണ്ട്, നിരവധി സസ്യജാലങ്ങളുണ്ട്. ഇപ്പൊ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കും, ഇഷ്ടമില്ലാത്തതിനെയൊക്കെ നശിപ്പിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ നിരവധി വസ്തുക്കളുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ചെറിയ ക്ലാസ്സിലൊരു കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥ നിങ്ങളുടെ മുമ്പിൽ പറയും. കഥയായിട്ട് അവതരിപ്പിച്ചതാണെങ്കിലും അതൊരു മെസ്സേജാണ്. മെസ്സേജ് എന്തായിരുന്നു? ആ കഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി. ബസ് ആക്സിഡന്റിൽ കുറച്ച് പേർക്ക് പരിക്കേറ്റു, 1-2 പേര് മരിച്ചു. അങ്ങനെ ഒരു ബസ് ആക്സിഡന്റ്. അപ്പൊ ആ ബസ് ആക്സിഡന്റ് നടന്ന ശേഷം പത്രക്കാരന് ടി വി ഒന്നുമില്ല. ഞാൻ ആ 2ാം ക്ലാസ്സിലെ വേണ്ടിയാണ്. ആ കാലത്തൊന്നും ടി വി ഇല്ല. അപ്പൊ അന്ന് പത്രങ്ങളാണ് നിലവിലുള്ളതായിട്ട് പറയുന്നത്. അപ്പൊ പത്രലേഖകൻ പോയിട്ട് ഈ ഡ്രൈവറോട് ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ ആ ഡ്രൈവർ മറുപടി പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയി. ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഡ്രൈവർക്ക് എന്ത് പറ്റി? ഉറങ്ങിപ്പോയി. ബസ് ഓടിക്കുമ്പോൾ ഉറങ്ങി എന്താ ഉണ്ടാവുക? ആക്സിഡന്റ് ഉണ്ടാവില്ലേ? അങ്ങനെയാണ് അപകടം ഉണ്ടായത്. അപ്പൊ എന്തുകൊണ്ടാണ് രാത്രി നിങ്ങൾ ഉറങ്ങിയില്ലേ എന്ന് പത്രക്കാരൻ ചോദിച്ചപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, രാത്രി ആയാൽ നിരവധി കൊതുകുകൾ ഒന്ന് കടിക്കാൻ തുടങ്ങും. കൊതുകടി കടിച്ചിട്ട് അന്നത്തെ കാലത്ത് ഈ ഞാൻ 2 മൂലം കൊടുക്കുമ്പോൾ എല്ലാ വീടുകളിലൊന്നും ഫാനില്ല. അപ്പൊ ഈ കൊതുക് ഇങ്ങനെ കടിക്കുമ്പോ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും രാത്രി ഉറങ്ങുന്നതിന് പകരം ഉണർന്നിരിക്കും. അങ്ങനെ ആ ഉറക്കം എപ്പോഴാണ് വരിക? ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ ഡ്രൈവർക്ക് പെട്ടെന്ന് ഉറക്കമുണ്ടായി. ഇതാണ് സംഭവിച്ചത്. അപ്പോഴാണ് എന്തുകൊണ്ട് കൊതുക് കൂടി, മുമ്പത്തെക്കാളും കൊതുക് വർദ്ധിച്ചു. എന്തുകൊണ്ട് വർദ്ധിച്ചു? കൊതുകിനെ തിന്നിരുന്ന തവളകളെ പിടിച്ചിട്ട് ചൈനയ്ക്ക് അയക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ തവളയുടെ കാല് മുറിച്ചിട്ട് അതിനെ അത്തോടെ ഭക്ഷിക്കുന്ന ഒരു ഏർപ്പാട് ചൈനക്കാർക്കുണ്ട്. നമ്മൾ തവള തിന്നാറില്ല, ചൈനക്കാർക്കുണ്ട്. അതിനുവേണ്ടി കേരളത്തിലൊക്കെ ആകെ തവളെ പിടിച്ചിരുന്നു ആ കാലത്ത്. അപ്പോ ഇത് പിടിച്ചിരുന്ന ആള് അബ്ദുള്ള എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അബ്ദുള്ള തവളെ പിടിക്കും. അബ്ദുള്ള വളരെ പാവമായിട്ട് നല്ലൊരു മനുഷ്യനാണ്. ജീവിക്കാൻ വേണ്ടിയാണ് തവളെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, അബ്ദുള്ള 2 ആളെ കൊന്നു. ശരിക്കും അബ്ദുള്ള നേരിട്ട് കൊന്നോ 2 ആളെ? ഇല്ല. അബ്ദുള്ള എന്താ ചെയ്തത്? തവളെ പിടിച്ച് ചൈനയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി തവളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തവളയുടെ എണ്ണം പറഞ്ഞപ്പോ എന്താ ഉണ്ടായത്? ഏതാ വളർന്നത് കൂടുതലായിട്ടുണ്ടായത്? കൊതുക് അല്ലേ? കൊതുക് കൂടുതലായിട്ടുണ്ടായി. അപ്പൊ കൊതുക് കടിക്കുന്നത് കൊണ്ട് ഇയാൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഡ്രൈവർക്ക്. അപ്പൊ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങിയപ്പോ ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെയാണ് അബ്ദുള്ള 2 ആളെ കൊണ്ടുപോകണം. അല്ലാണ്ട് അബ്ദുള്ള ആദ്യം കൊന്നിട്ടില്ല അല്ലേ? അപ്പൊ ഇതിന്റെ സാരാംശം എന്താണ്? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും, എല്ലാ സസ്യജാലങ്ങളും